നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 3 രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. 3 രീതിയിൽ. ഒന്ന്, ഒരു ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. ഒരു സ്കെയിലബിൾ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. 2, ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നമുക്ക് കാശുണ്ടാക്കാം. 3-മത്തെ, ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവനും ബിസിനസ് ചെയ്യാനില്ലാത്തവനും കാശുണ്ടാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതാണ് ഹൈ ഇൻകം സ്കിൽ. എന്താണ്? ഹൈ ഇൻകം സ്കിൽ. ഈ സ്കില്ല് നീ ഉപയോഗിച്ചാൽ നിനക്ക് വെറുതെ കുറച്ച് പൈസ കിട്ടിയാൽ പോരാ, ഹൈ ഇൻകം കിട്ടണം. അങ്ങനെ ഞാൻ നോക്കി, എനിക്കൊരു സ്കില്ലുണ്ട്, ക്ലോസിങ് സ്കിൽ. സെയിൽസ് ക്ലോസ് ചെയ്യാൻ എനിക്കറിയാം. ദുബൈ ചെല്ലുന്നു, ദൈവദൂതനെ പോലെ ഗഫൂർക്ക എന്നെ വിളിക്കുന്നു, ഞങ്ങൾ കാണുന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് പറയാണ്, സാറേ എനിക്കിതിൻ്റെ ടെക്നിക്കലി ഫുൾ അറിയാം, കോടീശ്വരനാണ്, ടെക്നോളജി ഫുൾ അറിയാം, പക്ഷേ എനിക്കിത് വിൽക്കാൻ അറിയത്തില്ല, സാർ എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞിക്കാം, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അതുകൊണ്ട് ഫുൾ ടൈം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ട്രെയിനിങ് എടുത്തിൻ്റെ കടമൊക്കെ തീർന്നു. സാറ് ട്രെയിനിങ് ഒക്കെ എടുത്തു, എൻ്റെ കൂടെ ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊണ്ട്. 2018 ട്രെയിനിങ് ഒന്നും ഇല്ല, അപ്പോൾ ആഴ്ച 1-2 ദിവസമേ ഉള്ളൂ ട്രെയിനിങ്, അത് മാസത്തിൽ 2 എങ്ങാനും കിട്ടിയാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ശരി, പക്ഷേ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 5% എനിക്ക് കിട്ടണം, 5% കമ്മീഷന്. പക്ഷേ ഈ 5% കൂടാതെ എനിക്ക് സ്വസ്ഥമായിട്ട് ഇക്കയുടെ കൂടെ നിൽക്കണമെങ്കിൽ എനിക്കൊരു 8 ലക്ഷം രൂപ വേണം. കാരണം 6 ഇവർക്ക് കൊടുക്കാനും 2 വീട്ടിൽ, അന്ന് മായ പ്രഗ്നൻ്റാണ്, അതിനു വേണ്ടിയിട്ടും വേണം. 8 ലക്ഷം രൂപ ഈ 5% ഓഫർ ചെയ്തിട്ട് രാവിലെ വരും. ഇക്ക ടെക്നിക്കൽ കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കും, ഞാൻ സെയിൽ ക്ലോസ് ചെയ്യും, 5% വൈകിട്ട് എൻ്റെ കയ്യിൽ കിട്ടും. ഈ 5% എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് ഒറ്റ ഡീല് പറയാം. എന്താണ് ഹൈ ഇൻകം സ്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിടത്ത് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. കൊട്ടേഷൻ ഇക്ക കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത് 180,000 ദിർഹംസ്, അതായത് ഇവിടുത്തെ ഒരു 36 ലക്ഷം രൂപയാണ് കൊടുക്കാനായിട്ട് പ്രപ്പോസലുമായിട്ട് വരുന്നത്. അവിടെ ചെല്ലുന്നു. അവിടെ ഇരിക്കുന്ന ആളിനെ കണ്ടപ്പോൾ എനിക്കൊരു ഉൾവിളി, ഞാൻ കാശ് മേടിക്കുന്ന ആളാണ്, ഞാൻ ഈ പ്രപ്പോസൽ മാറ്റിയിട്ട് അപ്പോൾ ഇയാൾ ചോദിച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു ഇല്ല, ഒരു മെഷർമെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു, നാളെ ഞങ്ങൾ പ്രപ്പോസൽ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാറിൻ്റെ ഒന്ന് കാണണമായിരുന്നല്ലോ ഇൻഡിവിജ്വലായിട്ട്. പറഞ്ഞു അതെന്തിൻ്റെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് വൈകിട്ടൊരു ചായ കുടിച്ച് ഓക്കെ ലെറ്റ്സ് ഹാവ് എ കോഫ്. ഈജിപ്ഷ്യൻ ആൾ. വൈകിട്ട് ഞാൻ ചെന്നിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രൊജക്റ്റ് കിട്ടണം. അപ്പോൾ പുള്ളി നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുക, കാരണം കഴിഞ്ഞ വർഷത്തെ വെൻഡറെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ വെൻഡറെ നോക്കുന്നത്, നിങ്ങൾ എലിജിബിളാണ്, നിങ്ങൾ എത്രയാണ് കോട്ട് ചെയ്യാനിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല, ചുമ്മാ പറയാം, 400,000 ദിർഹംസ്, 80 ലക്ഷം രൂപ. അയ്യോ അത്രയും പറ്റത്തില്ല. ഞാൻ ചോദിച്ചു പിന്നെ എത്ര പറ്റും? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തത് 75 ലക്ഷത്തിനായിരുന്നു, 375 കൊടുത്തത്. അതിന് ഒന്നുകിൽ അത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കണം, എന്നാലേ പറ്റും. നമ്മൾ കൊടുക്കാതിരുന്ന 36 ലക്ഷം, ഇതതിൻ്റെ ഇരട്ടി. ഐ നീഡ് ദാറ്റ്. എന്നിട്ട് അയാൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു സെറ്റിങ്സ് ഉണ്ടാക്കി. ബാലൻസ് അപ്പം കമ്പനിക്ക് നമുക്ക് കിട്ടുന്നത് 350,000, അതായത് 5 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 70 ലക്ഷം രൂപ. ഈ ഗഫൂർക്ക് എന്താ ചെയ്തതെന്നറിയോ? ആഴ്ചയിൽ ഞാൻ നാട്ടിൽ വരും, എനിക്കിവിടെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി. അപ്പം എയർപോർട്ടിൽ വിടാൻ നേരം ഒരു എൻവലപ്പ് പോക്കറ്റിൽ വെച്ച് തരും. എയർപോർട്ടിൻ്റെ അകത്ത് കയറി ബോർഡിംഗ് പാസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എൻവലപ്പ് എടുക്കുമ്പോൾ കെട്ട് കൂടുതലാണ്. ഞാൻ വിളിച്ചിട്ടിക്കാ എൻവലപ്പ് മാറിപ്പോയി, അത് സാറിൻ്റെ ഉള്ളത്, അതിൻ്റെ അകത്തൊരു കുറിപ്പുണ്ട്, എടുത്തു നോക്കുക. ഇക്ക കൊടുക്കാനിരുന്ന 36 ലക്ഷത്തിൻ്റെ 5%, അതായത് 9,000 ദിർഹംസ്, ഓൾമോസ്റ്റ് 1,80,000 രൂപ. അത് കഴിഞ്ഞ് ഞാനവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,70,000 ദിർഹംസ്, അതായത് 34 ലക്ഷം രൂപ എക്സ്ട്രയ്ക്ക് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഗഫൂർക്ക ചെയ്ത് എന്താണെന്നറിയാം? അതിൽ നിന്ന് 25 ലക്ഷം രൂപ എനിക്ക് തന്നു. അങ്ങനെ വെറും 4-5 സെയിലിൽ നിന്നാണ് എൻ്റെ ഈ കടം മുഴുവൻ ഞാൻ വീട്ടിയത്. ട്രെയിനിങ് എടുത്തിട്ടല്ല എൻ്റെ കടം വീട്ടിയത്. ഞാൻ ട്രെയിനിങ് എടുത്ത് കടം വീട്ടാൻ പോയാൽ എന്ന് തീരാനാ? എന്തുകൊണ്ടാണ് എനിക്ക് ഇന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്?
എൻ്റെ കടം തീർക്കേണ്ട ബാധ്യത ഞാൻ എൻ്റെ കമ്പനിയുടെ മണ്ടയ്ക്കെടുത്ത് വെച്ചില്ല. അതെൻ്റെ കടമാണ്, ഞാൻ ഉണ്ടാക്കിയ കടമാണ്, അത് തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാണ്, ഞാൻ ഏറ്റെടുത്തു. അതിന് എൻ്റെ സ്കിൽ ഉപയോഗിച്ചു, എൻ്റെ ക്ലോസിംഗ് സ്കിൽ ഉപയോഗിച്ചു. വാട്ട് ഈസ് യുവർ ഹൈ ഇൻകം സ്കിൽ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഹൈ ഇൻകം സ്കിൽ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്ട്രഗിളിംഗ് ബിസിനസ്സുകാരായിക്കോട്ടെ, സ്ട്രഗിളിംഗ് എംപ്ലോയീസ് ആയിക്കോട്ടെ, സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, 3 മാർഗങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് വെൽത്ത് ട്രയാങ്കിൾ.